ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് വലിയവനായ ദൈവത്തെ ആരാധിപ്പാൻ ഈ ഭൂമിയിൽ വച്ച് ഒരവസരം കൂടെ ലഭിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ചെറിയ ഒരു ചിന്തയ്ക്കായിട്ട് നമുക്ക് ചില വേദവാക്യങ്ങൾ വായിക്കാം. നമുക്ക് വളരെ 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 നന്നായിട്ട് അറിയാവുന്ന ഒരു വേദഭാഗത്തേക്കാണ് നമ്മൾ കടന്നു പോകാനായിട്ട് പോകുന്നത്. ഒരു പക്ഷേങ്കിൽ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങൾ വരെ പാട്ട് പാടിക്കൊണ്ട് നടക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല എന്ന് ഞാൻ കരുതുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ ചില വാക്യങ്ങൾ. ഒന്നാമതായിട്ട് 5-ാമത്തെ വാക്യം. 5-ാം വാക്യം, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും ദൈവം കണ്ടു. പിന്നീട് 8-ാമത്തെ വാക്യം, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. 9-ാം വാക്യത്തിന്റെ അവസാനം, നോഹ ദൈവത്തോട് കൂടെ നടന്നു. 13 മുതൽ പിന്നീടുള്ള അല്ലെങ്കിൽ 22 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന വാക്യമാണ്. ഒരു വാക്യം കൂടെ വായിക്കാം. യെരമ്യ 23-ാം അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം. യെരമ്യാവ് 23-ന്റെ 33-ാമത്തെ വാക്യം. അവിടെ നമ്മളിങ്ങനെ കാണുന്നു, ഈ ജനമോ ഒരു പ്രവാചകനോ പുരോഹിതനോ യഹോവയുടെ ഭാരം അരുളപ്പാട് എന്ത് എന്ന് നിന്നോട് ചോദിക്കുന്നുവെങ്കിൽ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് വളരെ പരിചയമുള്ള ഒരു വേദഭാഗമായിട്ട് ഇതിരിക്കുന്നു. നോഹയെ പറ്റി അറിയാത്തവരായിട്ട് ആരും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങൾക്ക് വരെ പാട്ട് പാടി നടക്കാൻ തക്കവണ്ണം നോഹയെ പറ്റി അനേകം പാട്ടുകൾ വരെ ഉണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ നോഹ ചെയ്ത കാര്യം എന്താണെന്ന് നമുക്ക് വ്യക്തമാണ്. അല്ലെങ്കിൽ നോഹ ദൈവം മുമ്പാകെ എങ്ങനെ ആയിരുന്നു എന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. നോഹയെ പറ്റി നമ്മൾ ആദ്യം വായിച്ചത് നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല, നോഹ ദൈവത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നടന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം വായിച്ച ഭാഗം, അതെങ്കിൽ 5-ാമത്തെ ഭാഗത്ത് കണ്ടത് മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്ന് ദൈവം കണ്ടു, അല്ലെങ്കിൽ അവന്റെ ഹൃദയ വിചാരങ്ങൾ അത് ദുഷ്ടത നിറഞ്ഞതാണെന്ന് ദൈവം കണ്ടു. അപ്പോൾ 2 തരത്തിലുള്ള ആൾക്കാരെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആദ്യം നമ്മൾ കണ്ടു ദുഷ്ടത നിറഞ്ഞ ഒരു കൂട്ടം ജനങ്ങളെ അല്ലെങ്കിൽ ജനത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. രണ്ടാമത് ഭൂമിയിൽ നിഷ്കളങ്കനായിട്ട് അല്ലെങ്കിൽ നേരോടെ ദൈവം മുമ്പാകെ നടക്കുന്ന ഒരു നോഹയെ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. ഈ നോഹ ചെയ്ത ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. അല്ലെങ്കിൽ ദൈവം തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഏൽപ്പിച്ചത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതാണ് നമ്മൾ 8:13 മുതൽ താഴോട്ടുള്ള ഭാഗത്ത് നമ്മൾ വായിച്ചില്ല. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതാണ്. പെട്ടകം ഉണ്ടാക്കണം. ഒരു പക്ഷേങ്കിൽ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ നീ ഒരു പെട്ടകം ഉണ്ടാക്കണം എന്ന് ദൈവം നോഹയെടുത്ത് പറയുമ്പോൾ ഒരു പക്ഷേങ്കിൽ അത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം നമ്മൾ പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ ഒരു പെട്ടകം ഉണ്ടാക്കണം, അത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ ആഴത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അതൊന്ന് ഇരുത്തി വായിച്ചു നോക്കിയാൽ ഒരു പെട്ടകം ഉണ്ടാക്കുക അല്ലെങ്കിൽ ദൈവം പറഞ്ഞേക്കുന്ന അളവിൽ ഒരു പെട്ടകം ഉണ്ടാക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് അവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം അതിൻ്റെ വലിപ്പം അത്രയ്ക്ക് വലുതാണ്. വലിപ്പം മാത്രമല്ല പ്രശ്നം, നേരത്തെ ഒരു പെട്ടകം കണ്ടിട്ടുണ്ടെങ്കിൽ ആ മോഡലിൽ ഉണ്ടാക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അവിടെ വേറൊരു പെട്ടകം കാണാനുള്ള ഒരു സാധ്യതയും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നില്ല. പിന്നെ അനേക ഇൻസ്ട്രക്ഷൻസ് അവിടെ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു തടി വെട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അളവിൽ ചെയ്യാനല്ല ദൈവം നോഹയെടുത്ത് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഗോഫർ മരം കൊണ്ട് തടി ഉണ്ടാക്കി അതിനെ അതിൻ്റെ അളവ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിന് എത്ര അറകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ കീല് തേക്കണം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞ പെട്ടകം ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ ഈ കീല് തേച്ച് അതിൻ്റെ ഹോളെല്ലാം അടയ്ക്കുക എന്ന് പറയുന്നത് അത്രയും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇരിക്കുന്നില്ല. ഇനി അതിന് കിളിവാതിൽ പറഞ്ഞിട്ടുണ്ട്.
ഇനി അതിന് വാതിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പൊസിഷനും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം പോയിട്ട് ഒരു പെട്ടകം ഉണ്ടാക്കിയെന്ന് വെച്ചോ. പെട്ടകം ഉണ്ടാക്കി കഴിയുമ്പോൾ ഇത് അടുത്ത ഉത്തരവ് വരുന്നുണ്ട്, നിനക്കും നിന്റെ ഫാമിലിക്കും ഫുഡ് കരുതണം. ഓക്കെ, എനിക്കും എൻ്റെ ഫാമിലിക്കും ഫുഡ് കരുതേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ പറയുന്നത് നിന്റെ കൂടെ കുറെ മൃഗങ്ങളുണ്ടാവും, അത് അവയ്ക്കും ആഹാരമായിരിക്കണമെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നോഹയുടെ കുടുംബം അതിൽ ഉള്ള എത്ര എന്ന് വെച്ചാൽ അത്രയും ആൾക്കാർ, അതേപോലെ എത്ര മൃഗങ്ങളാണോ കയറിയത് അവയ്ക്കും ഉള്ള ആഹാരവും ഈ നോഹ കരുതണം. അതും നോഹയുടെ ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി കയറി ഉടനെ മഴ അല്ലെങ്കിൽ മഴ പെയ്തതായിട്ടും നമുക്ക് അവിടെ ചില ദിവസങ്ങൾ കഴിഞ്ഞാണ് അവിടെ വെള്ളം പൊങ്ങിയതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ സർപ്രൈസിന്റെ ഒരു 6-7 ദിവസങ്ങൾ. അപ്പോൾ നോഹയുടെ മുമ്പിലുള്ള വെല്ലുവിളി വളരെ വലുതായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഫുഡ് കരുതണം, അതിന് ഒരു ഹോള് പോലും വരാനായിട്ട് പാടില്ല. പിന്നെയുള്ള ഈ പറഞ്ഞ 7 ദിവസത്തെ ഒരു കാത്തിരിപ്പ്. ഈ കാത്തിരിപ്പിൽ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ ഓരോ ദിവസവും ഒരുപക്ഷെങ്കിൽ ഈ നോഹ എണ്ണി ആയിരിക്കും മുമ്പോട്ട് പോയത്. കാരണം മഴ പെയ്യുമോ എന്നുള്ള, അല്ലെങ്കിൽ മഴ താനിതുവരെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ള ആരും ഇതുവരെ മഴ ഒന്നും കണ്ടിട്ടില്ല. ഇനി അതെങ്ങനെയാണ് പെയ്യുന്നത്, ചെറിയ ചെറിയ തുള്ളികളാണോ, ഇനി അങ്ങനെയുള്ള അനേക ചിന്തകളിലൂടെ ഒരു പക്ഷേങ്കിൽ ഈ നോഹ കടന്നു പോയിട്ടുണ്ടാവും. നോഹയുടെ കൂടെയുള്ള അല്ലെങ്കിൽ നോഹയുടെ ഫാമിലി കടന്നു പോയിട്ടുണ്ടാവും. ഇനി ഇതിനെല്ലാം മുമ്പേ ഉള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഈ നോഹ അനേകരോട് അല്ലെങ്കിൽ പ്രസംഗിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മഴ പെയ്യുമെന്നും അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നും ഭൂമി നശിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള അനേകം കാര്യങ്ങൾ മറ്റുള്ളവരോട് പ്രസംഗിച്ച് സംസാരിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി അവിടെയും തന്നെ വിശ്വസിക്കാത്ത കുറെ ആൾക്കാരെയും നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. കാരണം അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. അവരും ഈ മഴ കണ്ട കൂട്ടത്തിൽ ഉള്ളതൊന്നും അല്ല. അവരാരും മഴയും കണ്ടിട്ടില്ല. മഴ പെയ്യും എന്നൊക്കെ പറഞ്ഞാല് ഒരു പക്ഷേങ്കില് നോഹയെ വിശ്വസിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല. നമുക്ക് ആ പെട്ടകത്തിൽ കയറിയവരുടെ എണ്ണം എടുത്താൽ നമുക്കറിയാം അവരാരും ഈ കാര്യം വിശ്വസിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. മാത്രവുമല്ല തന്നെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തതായിട്ടോ ഒന്നും നമുക്ക് കാണുവാനായിട്ടും സാധിക്കും. തൻ്റെ ഫാമിലിയിലുള്ളവരൊക്കെ ഒരു പക്ഷേങ്കിൽ തന്നെ ഹെൽപ്പ് ചെയ്തതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ പെട്ടകം ഉണ്ടാക്കിയതിൻ്റെ ഒരു സാഹചര്യമാണ് കണ്ടത്. നമ്മളിപ്പോൾ ഉള്ള മിഷണറീസ് ഒക്കെ വെച്ച് ചെയ്താൽ തന്നെ അത് തീർക്കുവാനായിട്ട് എത്ര ദിവസം എടുക്കുമെന്നുള്ള കാര്യവും നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ ഈ നോഹ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞത് അതുപോലെ ചെയ്തു. നമ്മളത് വായിക്കുകയുണ്ടായി. നോഹ അങ്ങനെ തന്നെ ചെയ്തു. അല്ലെങ്കിൽ ദൈവം പറഞ്ഞത് ഒരു 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 ചെറിയ പാട്ടെങ്കിലും മാറ്റി വെക്കാതെ, അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും മിസ് ചെയ്യാതെ നോഹ ചെയ്തതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം എന്തുവാ, ദൈവം തന്നെ പറയുന്നത് നോഹ അങ്ങനെ തന്നെ ചെയ്തു. അല്ലെങ്കിൽ ദൈവം എന്താണോ പറഞ്ഞത് താൻ അതുപോലെ ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ഇതിനു മുമ്പോ അല്ലെങ്കിൽ ഇതിന് ശേഷം എടുത്ത അനേകരെ എടുത്താൽ ദൈവം കൊടുക്കുന്ന അല്ലെങ്കിൽ ദൈവം എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ ഇനിഷ്യലി ചില തടസ്സങ്ങൾ പറയുന്ന പ്രവാചകന്മാരെയും, അല്ലെങ്കിൽ ഇവനിപ്പോൾ മോശ എടുത്താൽ തന്നെ മോശയും തടസ്സങ്ങളൊക്കെ പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മോശ തടസ്സം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ നോഹ ഇത്രയും വലിയൊരു ടാസ്ക്കാണ് തനിക്ക് കിട്ടിയത്. എന്നിട്ട് ഈ നോഹ ഒരു തടസ്സം എങ്കിലും പറഞ്ഞതായിട്ട് നമുക്ക് ഒരു സ്ഥലത്തും കാണുവാനായിട്ട് സാധിക്കും. ദൈവം പറഞ്ഞത് അതുപോലെ ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. തൻ്റെ ഒരു സജഷൻ പോലും അവിടെ എടുത്തതായിട്ട് അല്ലെങ്കിൽ പറഞ്ഞതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. ഈ ഡോറ് അല്ലെങ്കിൽ 3 നില ഉണ്ടല്ലോ, നമുക്ക് 3 ഡോറൊക്കെ വെക്കാം, ഒരു ബാൽക്കണി വെക്കാം എന്നൊന്നും നോഹ പറഞ്ഞതായിട്ട് നമുക്ക് ഒരിടത്തും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നോഹ അല്ലെങ്കിൽ ഈ നോഹയ്ക്ക് ഈ ദൈവത്തിന്റെ ഈ കൽപ്പനകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഭാരമായിട്ട് ഇരുന്നില്ല. ഇത് വളരെ സന്തോഷത്തോടെയാണ് നമുക്ക് ഈ നോഹ എടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് തിരിഞ്ഞ് യിരെമ്യാ പ്രവാചകനിൽ നിന്ന് വായിച്ച വാക്യം, യിരെമ്യാവ് 23-33 വാക്യം, അവിടെ ഒരു ഭാരത്തെ പറ്റി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ജനമോ ഒരു പ്രവാചകനോ പുരോഹിതനോ യഹോവയുടെ ഭാരം എന്ത് എന്ന് നിന്നോട് ചോദിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ യഹോവയുടെ അരുളപ്പാടിനെ അല്ലെങ്കിൽ യഹോവയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ അവർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് യഹോവയുടെ ഭാരം എന്നാണ്. അരുളപ്പാട് എന്ന് അവർക്ക് അറിയാത്തത് കൊണ്ടല്ല,
അത് അവരങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിച്ചത്. കാരണം അത് അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അവരതിനെ ഭാരം എന്ന് വിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, നമുക്കും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പരപ്രേരണ മുഖാന്തരം നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ഒരു ഭാരമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ നമുക്കിപ്പോൾ ഒരു ജോലി തന്നു, അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് നമുക്ക് കുറച്ച് അല്ലെങ്കിൽ എക്സ്ട്രാ ടൈം ഇരുന്ന് ചെയ്യാനായിട്ട് ഒരു വർക്ക് കൂടെ തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമ്മൾ എൻ്റെ ജോലി എന്ന് തന്നെ ഞാൻ വിളിക്കത്തില്ല. പകരം അതൊരു തലവേദനയായിട്ട് അല്ലെങ്കിൽ ഒരു ഭാരമായിട്ട് നമ്മൾ കണക്കാക്കത്തുള്ളൂ. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ജനത്തെ പറ്റി പറയുന്നു, അല്ലെങ്കിൽ ജനത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഇവിടെ നമുക്ക് കാണുന്നത് യഹോവയുടെ അരുളപ്പാട്, അല്ലെങ്കിൽ ദൈവം എന്തെങ്കിലും കൽപ്പിച്ചാൽ അതിനെ ഒരു ഭാരമായിട്ട് കണക്കാക്കുക. തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഭാരമായിട്ട് കണക്കാക്കിയത്? അവർക്ക് ദൈവത്തോടുള്ള ആ സ്നേഹം അല്ലെങ്കിൽ ദൈവത്തോടുള്ള ആ ബഹുമാനം നഷ്ടമായത് കൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവം പറയുന്നത് കേൾക്കുവാനായിട്ട് ഇവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അതൊരു ഭാരമായിട്ട് തീർന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ നോഹയെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ നോഹ വളരെ അത്ഭുതങ്ങളൊന്നും കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതുവാനായിട്ട്. വളരെ അത്ഭുതങ്ങളൊന്നും അങ്ങനെ അല്ലെങ്കിൽ അടയാളങ്ങളൊന്നും കണ്ടിട്ടില്ല എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ. പക്ഷേ ഈ ജനത്തിലേക്ക് വരുമ്പോൾ ഇവർ അനേകം അടയാളങ്ങൾ കണ്ടവരാണ്, അനേകം അത്ഭുതങ്ങൾ കണ്ടവരാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൈ, ദൈവത്തിന്റെ നടത്തിപ്പ്, ദൈവത്തിന്റെ കരുതൽ, ഇതെല്ലാം കണ്ട ഒരു ജനമാണ് ഈ പറയുന്നത് യഹോവയുടെ അരുളപ്പാട് അതൊരു ഭാരമാണ്. അല്ലെങ്കിൽ ദൈവം എന്തെങ്കിലും പറയാനായിട്ട് വരുമ്പോൾ ദേ വരുന്നു ഭാരവും, അല്ലെങ്കിൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ദേ വരുന്നു എന്നുള്ള ചില ചിന്താഗതിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇന്നത്തെ എൻ്റെ ചിന്തയിലേക്ക് കടന്നു വന്നത്. യഹോവയുടെ അല്ലെങ്കിൽ ഈ ഒരു ഭാരം അല്ലെങ്കിൽ യഹോവയുടെ അരുളപ്പാട് ഈ ജനം വളരെ ഭാരത്തോടു കൂടെയാണ് കണ്ടത്, അല്ലെങ്കിൽ കൈക്കൊണ്ടത്, അല്ലെങ്കിൽ കേൾക്കുവാനായിട്ട് തയ്യാറായി വരുന്നത്. ഭാരം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇത് അനുസരിക്കുവാനായിട്ട് ഒരു താല്പര്യവുമില്ല, പക്ഷെ ദൈവമല്ലേ പറയുന്നത് എന്നുള്ള ആ ചിന്താഗതിയിൽ ഞങ്ങൾ കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ നോഹ ഒരിക്കൽ പോലും ആ ഒരു മനോഭാവം ഇവിടെ എടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ പെട്ടകം ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു വലിപ്പം ഞാൻ പറയാനായിട്ടൊന്ന് ശ്രമിച്ചത്. പെട്ടകം ഉണ്ടാക്കുന്നത് ചെറിയ പണി അല്ലായിരുന്നു, വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തട്ടിക്കൂട്ടാവുന്ന ഒന്നും അല്ലായിരുന്നു. കാരണം അത് അവരുടെ പ്രാണന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു. ദൈവം പറഞ്ഞതായിരുന്നു, ദൈവം പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്യണം. ഇതിൽ ഒന്നിൽ പോലും ഇതൊരു ഭാരമായിട്ടോ തിരിച്ചൊരു മറുപടിക്ക് അല്ലെങ്കിൽ ദൈവത്തോട് എന്തെങ്കിലും സജഷൻ ചോദിച്ചതായിട്ടോ കറക്ഷൻ പറഞ്ഞതായിട്ടോ ഒന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ നോഹ ഇവിടെ ഈ കാര്യം ഭാരമായിട്ട് എടുത്തില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തന്നെ കളിയാക്കിയവരുണ്ടാകാം, തന്നെ പരിഹസിച്ചവരുണ്ടാകാം, തനിക്ക് അല്ലെങ്കിൽ ഉപദ്രവം ചെയ്തവരുണ്ടാകാം. അവരുടെയൊക്കെ മുമ്പാകെ ഈ ദൈവത്തിൻ്റെ വാക്ക് ഉറച്ച് വിശ്വസിച്ച് നിന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ നമ്മളെ പറ്റി ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനോഭാവം എങ്ങനെ ആയിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. നമ്മൾ ദൈവത്തിന്റെ വചനം കേൾക്കുന്നത് ഒരു ഭാരമായിട്ടാണോ നമ്മൾ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ കടന്നു വരുന്നത് ഒരു ഭാരമാണോ, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭാരമായിട്ടാണോ നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ താല്പര്യമില്ലാതെയാണോ ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വരുന്നത്? അത് നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ പെട്ടകം ഉണ്ടാക്കാനൊന്നും ദൈവം നമ്മളെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പെട്ടകം ഉണ്ടാക്കുന്ന വലിയ ടാസ്ക് ഒന്നും ഇല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ദൈവം നമ്മളോട് പറയുന്നുള്ളൂ എന്നുള്ളതിന് ഒരു സംശയവുമില്ല എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകാനായിട്ട് പാടില്ല. പക്ഷേ നമ്മുടെ ചിന്താഗതി എങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ദൈവം നമ്മോട് പറയുന്ന അല്ലെങ്കിൽ ദൈവം നമ്മോട് അരുളി ചെയ്യുന്നതിനോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ കണക്കാക്കുന്നു എന്നുള്ള കാര്യം ദൈവം അന്വേഷിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെ ഇരിക്കുന്നു. നമ്മൾ ദൈവം പറയുന്ന കാര്യത്തോട് അനുകൂലമായിട്ട് പ്രതികരിക്കുന്നവരാണോ, അല്ലെങ്കിൽ ഒരു ഭാരമായിട്ട് കണക്കാക്കുന്നവരാണോ എന്നുള്ള കാര്യം, അനേക കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് ചിന്തിക്കാവുന്നതാണ്. നമ്മോട് ദൈവം പറയുന്ന ചെറുതും വലുതുമായിട്ടുള്ള അനേകം കാര്യങ്ങൾ. പക്ഷേ നമുക്കറിയാം, ദൈവം നമുക്ക് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമുള്ള കാര്യം ദൈവം തരത്തില്ല എന്നുള്ള കാര്യവും നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകളോട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്കുകളോട്, ദൈവത്തിന്റെ വചനത്തോട് അത് ആത്മാർത്ഥമായിട്ട് അതിനോട് പ്രതികരിക്കുവാൻ, അല്ലെങ്കിൽ ദൈവം ഞാൻ ഇറങ്ങി പുറപ്പെട്ടു പോയല്ലോ എന്ന് വിചാരിച്ച് അതിനോട് പ്രതികരിക്കാതെ ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുവാൻ ദൈവം സഹായിക്കും. എന്തുകൊണ്ടായിരിക്കും ഈ നോഹ
ഇവിടെ അതൊരു ഭാരമായിട്ട് അല്ലെങ്കിൽ വളരെ അനുസരണത്തോടുകൂടെ ഇടപെട്ടത് എന്ന് നമുക്ക് ഈ വായിച്ച വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ 8-ാമത്തെ വാക്യം, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചതാണ്, അല്ലെങ്കിൽ ഈ ഭാരമായിട്ട് കണക്കാക്കാതിരിക്കപ്പെട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതായത് ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യവും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് നോഹ നമുക്കിവിടെ കാണിച്ചു തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ വലിയ ടാസ്ക്കാണ്, അല്ലെങ്കിൽ തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതിനും അപ്പുറമാണെന്ന് ഈ നോഹയ്ക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. പക്ഷേ നോഹ അനുകൂലമായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകളോട് വളരെ അനുകൂലമായിട്ടാണ് പ്രതികരിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചത് കൊണ്ട് തനിക്കത് ചെയ്യുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ തനിക്കത് ഭാരമായിട്ട് തോന്നിയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നോഹ മനസ്സിലാക്കിയ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ഉള്ളത് കൊണ്ട് നോഹ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഞാൻ ചെയ്താൽ തീരത്തില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല എന്നുള്ള കാര്യം നോഹയ്ക്ക് വളരെ നന്നായിട്ടറിയാം. രണ്ടാമത് നോഹ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഞാൻ നിന്ന് കൊടുത്താൽ മാത്രം മതി. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടു, ഭൂമിയിൽ പാപം ചെയ്യാതെ അല്ലെങ്കിൽ ദുഷ്ടന്മാരായിരിക്കുന്ന മനുഷ്യർ മാത്രമേ ദൈവത്തിന് കാണുവാനായിട്ട് സാധിച്ചുള്ളൂ. അതിൻ്റെ ഇടയിലാണ് ഒരു നോഹ എന്ന് പറയുന്ന നീതിമാനായ വ്യക്തിയെ ദൈവം കണ്ടെത്തിയത്. ഇതിൻ്റെ ഇടയിൽ നോഹ മനസ്സിലാക്കിയ രണ്ടാമത്തെ കാര്യം, എൻ്റെ പ്രത്യേകിച്ചുള്ള കഴിവൊന്നും ദൈവത്തിന് ഈ കാര്യം ചെയ്യാനായിട്ട് വേണ്ട എന്നുള്ള കാര്യം നോഹ മനസ്സിലാക്കുകയും തന്നെ ദൈവം മുമ്പാകെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈഫിലും ഇതുപോലെ തന്നെയാണ്. ദൈവത്തിന് യുദ്ധം ചെയ്യുവാനായിട്ട് 10,000-ഓ 1,000-ഓ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് സന്നദ്ധരായിരിക്കും, അല്ലെങ്കിൽ ദൈവകൃപയുള്ള 300 പേരെ ആയാലും മതി, അല്ല ഒരാളെ ആയാലും ദൈവത്തിന് തൻ്റെ കാര്യം സാധിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഈ നോഹയ്ക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ നോഹ ഈ കാര്യം മനസ്സിലാക്കിയാണ് താന് ദൈവത്തോട് ഇടപെടുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് നമ്മെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ എന്നെ കൊണ്ട് മാത്രം പറ്റത്തില്ല എന്ന് ഒഴിവൊഴിവ് പറഞ്ഞ് മാറിയിരിക്കാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കും. നമുക്ക് ഒരുപക്ഷെങ്കിൽ കഴിവ് കുറവായിരിക്കും, നമുക്ക് വാക്കുകൾ കുറവായിരിക്കും, പക്ഷെ ദൈവം നമ്മളെ ഉപയോഗിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. അല്ലെങ്കിൽ നമുക്കുള്ളത് ദൈവത്തിന് കൊടുക്കാനായിട്ട് ഇടയാകണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നു എന്ന് പറയും. അതെങ്കിൽ ഞാൻ ബലഹീനനായിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേലുണ്ടെങ്കിൽ എനിക്ക് എന്തും ചെയ്യാനാണ്, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഏത് കാര്യവും ചെയ്യാനായിട്ട് ഞാൻ ശക്തനാണ് എന്നുള്ള കാര്യം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് 2 കൊരിന്ത്യർ 12:8-9 നമ്മൾ അതേ വാക്യം, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് ഞാൻ വായിക്കുന്നുണ്ട്. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പൗലോസ് പറയുന്ന കാര്യം, ഞാൻ ബലഹീനൻ തന്നെയാണ്. ഇനി ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ എനിക്ക് തികഞ്ഞവനായിട്ട്, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ദൈവം പറയുന്ന കാര്യം ചെയ്യുവാൻ തക്കവണ്ണം ഉള്ള കപ്പാസിറ്റി എനിക്ക് വന്നു ചേരും എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് കാണുന്നുണ്ട്. മാത്രവുമല്ല അവിടെ വായിക്കുന്നത്, ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു. ഞാൻ അതിസന്തോഷത്തോടെ, അല്ലെങ്കിൽ കഷ്ടത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും, അല്ലെങ്കിൽ ഞാൻ ബലഹീനനായിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ കൃപ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ എന്നെ ബലപ്പെടുത്തും എന്നുള്ള ആ ഒരു സത്യം താൻ മനസ്സിലാക്കുന്നത് കൊണ്ട് തനിക്ക് വളരെ സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് കഴിയും എന്നുള്ള കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഈ കൃപയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവം തൻ്റെ ബലഹീനതകളിൽ നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മൾ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ ചെയ്യിക്കുവാൻ ദൈവത്തിൻ്റെ ഈ കൃപയ്ക്ക് കഴിയുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. അപ്പോൾ ഈ കൃപയിൽ നമ്മൾ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ബലഹീനരാണ്. പലപ്പോഴും നമ്മളെ കൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നൊക്കെ ഒരു പക്ഷെങ്കിൽ നമ്മൾ ചിന്തിക്കുമായിരിക്കും. പക്ഷേ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് ഈവൻ ചെറിയ കാര്യങ്ങൾ പോലും ചെയ്താൽ അത് ചിലപ്പോൾ ചെയ്തു തീർക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്ന് വരത്തില്ല. നേരത്തെ നമ്മൾ ഓർത്തതുപോലെ രാവിലെ എഴുന്നേറ്റാൽ വൈകിട്ട് കിടക്കും എന്നുള്ളതിന് ഒരു ഉറപ്പ് പോലും നമുക്കില്ല. നമ്മൾ അത്രയും നിസ്സാരരാണ് എന്നുള്ള കാര്യം മറന്നു പോകാനായിട്ട് പാടില്ല. പക്ഷേ നമ്മുടെ ബലഹീനതകളിൽ
നമ്മെ ബലപ്പെടുത്തുന്ന, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൃപ ഉള്ളതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഇടയാകും. മാത്രവുമല്ല, നമ്മൾ ബലഹീനരാണെന്ന് കണ്ടു, ഈ ബലഹീനരെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണെന്ന് കണ്ടു. അത് ദൈവത്തിന്റെ കൃപയാണ്. മാത്രവുമല്ല, ദൈവം ഒരു കാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻഡ് വരെയും ദൈവം കറക്റ്റായിട്ട് ചെയ്യും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. നമുക്കറിയാം, 5000 പേരെ പോഷിപ്പിക്കുന്ന കാര്യം നമുക്കറിയാം. മരുഭൂമിയിൽ വെച്ച് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ ആ ശിഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി, അല്ലെങ്കിൽ ഇത്രയും പേർക്ക് ഞങ്ങൾ എവിടുന്ന് കൊടുക്കും, ഇത് മരുഭൂമിയാകുന്നു, മാത്രമല്ല ഉള്ള പൈസക്ക് അല്ലെങ്കിൽ 300 വെള്ളിക്കാശിന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് തികയ്ക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ അനേകം ചിന്തകൾ അവിടെ ശിഷ്യന്മാരുടെ ഇടയിൽ പരന്നതായിട്ട്, അല്ലെങ്കിൽ അവർ അന്യോന്യം ചില കാൽക്കുലേഷൻസ് ഒക്കെ നടത്തി, അല്ലെങ്കിൽ ഇവരെ അങ്ങ് പറഞ്ഞു വിട്ടാലും പോരെ എന്നുള്ള അനേക ചിന്തകളും ചെറിയ ഉപദേശങ്ങളും ഒക്കെ കർത്താവിനും കൊടുക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ കർത്താവിന് അവിടെ ഉള്ള കാര്യം മതിയായിരുന്നു. അവിടെ 5 അപ്പം കൊണ്ട് 5000 പേരെ കർത്താവ് പോഷിപ്പിച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കർത്താവ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന് ചെയ്യാനായിട്ട് പറ്റും. അത് എത്ര ചെറിയ റിസോഴ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അത് മതി എന്ന് തെളിയിക്കുന്നതാണ് ഈ കാര്യം. 5000 പേരെ പോഷിപ്പിക്കാനായിട്ടും ബാക്കിയെടുക്കുവാനായിട്ടും ഇടയായി. ശിഷ്യന്മാരുടെ കാൽക്കുലേഷനോ ശിഷ്യന്മാരുടെ ചിന്തയോ അതിലൊന്നിനും അവിടെ ഒരു റോളും ഉണ്ടായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ അതേപോലെ തന്നെ അനേക കാര്യങ്ങൾ, പീറ്റർ അല്ലെങ്കിൽ പത്രോസ് വെള്ളത്തിൽ നടന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഈ പത്രോസ് വെള്ളത്തിൽ നടക്കുന്നത് നമ്മൾ ഒരുപക്ഷെങ്കിൽ പത്രോസിനെ കുറ്റമൊക്കെ പറയുമായിരിക്കും. പത്രോസ് വെള്ളത്തിലിറങ്ങി പിന്നീട് സംശയിച്ച് താൻ മുങ്ങിപ്പോയതായിട്ടൊക്കെ നമ്മൾ പറയുമായിരിക്കും. പക്ഷേ നമ്മൾ ആരിലും കാണാത്ത ഒരു ധൈര്യമാണ് ഈ പത്രോസിൽ നമുക്ക് കാണുവാനായിട്ടിടയായി. എന്താണ് അവിടെ നമ്മൾ കാണുവാനായിട്ടിടയായി? താന് വെള്ളത്തിലിറങ്ങി, അല്ലെങ്കിൽ കർത്താവിനെ കണ്ടിട്ട് കർത്താവിന്റെ വാക്ക് കേട്ടിട്ട് താൻ വെള്ളത്തിലേക്ക് സധൈര്യം ഇറങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പം പത്രോസിന്റെ ആ ധൈര്യം, അല്ലെങ്കിൽ പത്രോസിന് ആ കൃപ എവിടുന്ന് ലഭിച്ചു എന്നുള്ളതാണ്. കർത്താവിലുള്ള ആ ആശ്രയം, അല്ലെങ്കിൽ കർത്താവിന്റെ കൃപയാണ് തന്നെ ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടുവാനായിട്ട് ഇടയായത്. അതിന്റെ ആഴം എത്രയാണെന്നോ അതിൽ വീണാൽ എന്ത് സംഭവിക്കുമെന്നോ ഒരു പക്ഷേങ്കിൽ പത്രോസ് ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം ദൈവമാണ് തന്നെ വിളിക്കുന്നതെന്നുള്ള ആ ഉത്തമ ബോധ്യം തനിക്കും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾക്കും ഇതേപോലെ കർത്താവ് നമ്മളെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ഏൽപ്പിച്ചാൽ അതും സന്തോഷത്തോടെ ഏറ്റെടുക്കുവാനായിട്ട്, അല്ലെങ്കിൽ സന്തോഷത്തോടെ അതിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് നമുക്കും ഇടയാകണം. കാരണം ദൈവം നമ്മളെ ഒരു നിലയിലും കൈവിടത്തില്ല എന്നുള്ള കാര്യം ഈ ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കാരണം നമ്മുടെ ശക്തിയോ നമ്മുടെ കഴിവോ നമ്മുടെ മികവോ ഒന്നും അല്ല ദൈവത്തിന് വേണ്ടത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിന് വേണ്ടത് നമ്മളെ മാത്രമാണ്. അല്ലെങ്കിൽ നമ്മളെ ദൈവത്തിന് കൊടുത്താൽ ദൈവം അത് വിജയകരമായിട്ട് ഉപയോഗിക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല. ഈ നോഹ ഈ ഒരു ഡൗട്ടും ചോദിക്കാതെ, അല്ലെങ്കിൽ ഒരു തടസ്സവും പറയാതെ, ഒരു കംപ്ലൈന്റും ഇല്ലാതെ, അല്ലെങ്കിൽ ഇത്രയും നാള് താൻ പണിയെടുത്തു, ഇത് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാകുമോ അതുപോലും അറിയാതെ, ഇതെങ്ങനെ ഉണ്ടാക്കുമെന്നുള്ള ഒരു ഐഡിയയും ഇല്ലാതെ താന് ദൈവം മുമ്പാകെ തന്നെ കൊടുത്തെങ്കിൽ അതിന്റെ റിസൾട്ടും വളരെ വലുതായിരുന്നു എന്ന് നമുക്ക് ഇതിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മളെ തന്നെ ദൈവം മുമ്പാകെ വിട്ടുകൊടുക്കുവാനായിട്ട് ഈ നോഹയ്ക്ക് ലഭിച്ച അതേ കൃപ നമുക്കും പ്രാപിപ്പാനായിട്ട്, ആ കൃപ വ്യർത്ഥമാക്കി കളയാതെ നമ്മളതിനെ ഉപയോഗപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. രണ്ടാമത് നോഹയെ പറ്റി കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്ന 6:9 വാക്യം, 6:9 അവസാന ഭാഗം, നോഹ ദൈവത്തോട് കൂടെ നടന്നു. ആദ്യം നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് ഇടയായി. രണ്ടാമത് ഈ നോഹ ദൈവത്തോട് കൂടെ നടന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. കൂടെ നടക്കുന്ന ഒരു നോഹ, ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനോടൊക്കെ ഒക്കെ കേട്ടിട്ടുള്ള കാര്യമാണ്. ദൈവത്തോട് കൂടെ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം. ദൈവത്തോട് ചേർന്ന് നടക്കുവാനായിട്ട് ഈ നോഹയ്ക്ക് ഇടയായി. കൂടെ നടക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഭാരങ്ങളും കൊണ്ട് വെയിറ്റും കൊണ്ട് നടക്കാനായിട്ട് സാധിക്കത്തില്ല. ദൈവത്തോട് കൂടെ നടക്കണമെങ്കിൽ
നമ്മുടെ ഭാരങ്ങളൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് സമർപ്പിച്ചാൽ മാത്രമേ നമുക്ക് ദൈവം മുമ്പാകെ നടക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു പാട്ടുണ്ടല്ലോ, എൻ്റെ ഭാരങ്ങൾ തൻ ചുമലിൽ വച്ച് ഞാൻ വിശ്രമിക്കും. അത് പറയാൻ ഒരു പക്ഷേങ്കിൽ എളുപ്പമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളെയൊക്കെ ഇറക്കി വയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ ദൈവത്തെ വെറുതെ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ള ആ ചിന്തയിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മുടെ ദൈവാശ്രയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മിലുള്ള ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് അത് ഇല്ല എന്ന് വേണം പറയുവാനായിട്ട്. ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ടല്ല, നമ്മുടെ ഭാരങ്ങളൊക്കെ ദൈവസന്നിധിയിൽ ഇറക്കി വയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തോട് കൂടെ നടക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി അതിൽ തന്നെ മറ്റൊരു വിഷയം, ഈ ഭാരങ്ങൾ ഇറക്കി വെച്ചെങ്കിൽ മാത്രമേ ദൈവം പറയുന്നത് നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീരത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ചിന്ത മുഴുവൻ നമ്മൾ കൊണ്ട് നടക്കുന്ന ഈ പൊട്ടഭാരത്തിലായിരിക്കും നമ്മുടെ ചിന്ത മുഴുവൻ ഇരിക്കുന്നത്. ദൈവം പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയാതെ പോകുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. നമ്മൾ അവൻ്റെ കൊലോസ്യർ 2:6 നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുവിനെന്ന്, അല്ലെങ്കിൽ അവനോട് ചേർന്ന് നടക്കുവാനായിട്ട് കർത്താവ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ നടക്കുക എന്ന് പറയുമ്പം തന്നെ നമ്മൾ നോഹയെ പറ്റി വായിച്ച അവൻ നിഷ്കളങ്കനായിരുന്നു എന്നും കൂടെ വായിക്കുന്നുണ്ട്. അപ്പം നോഹ നടന്നത് നിഷ്കളങ്കനായിട്ടാണ്. ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞ ഈ ഭാരമൊക്കെ ഇറക്കി വെച്ചിട്ട് വളരെ ഫ്രീ ആയിട്ട് വേറെ ദൈവം അല്ലാതെ വേറെ പരിപാടിയൊന്നും ഇല്ല എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് നോഹ നടന്നത്. അപ്പം ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തോടു കൂടെ നടക്കണം. അത് നടപ്പെന്ന് പറയുന്നത് നിഷ്കളങ്കമായിട്ട് നടക്കണം എന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ വേറെ ചിന്തകൾക്കൊന്നും സ്ഥാനമില്ല. ദൈവം എന്താണോ പറയുന്നത് അതുപോലെ അതനുസരിച്ച്, എന്ന് വെച്ചാൽ ഒരു റോബോട്ട് പോലെ ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം. നോഹ തിരഞ്ഞെടുത്ത വഴി അതാണ്. ദൈവത്തോടുകൂടെ നിഷ്കളങ്കനായിട്ട് നടക്കാനാണ് ദൈവം അല്ലെങ്കിൽ നോഹ തിരഞ്ഞെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. ദൈവം മുമ്പാകെ നമ്മൾ നിഷ്കളങ്കരായിട്ട് നടക്കണം, അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ നടക്കണം. നമ്മുടെ ഭാരങ്ങളൊക്കെ ഇറക്കി വച്ചിട്ട് നടക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ നിഷ്കളങ്കമായി നടക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിൻ്റെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുക എന്ന് ഞാൻ പറഞ്ഞു. ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, നിഷ്കളങ്കമായി നടക്കുക. അതായത് ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് എടുക്കുന്ന സ്ഥലത്ത് വളരെ തിരക്കുണ്ടായിരുന്നു, വളരെ തിരക്ക്. അപ്പം ബസ്സിൽ ഇപ്പോഴാണല്ലോ ഒരുപാട് ബസ്സൊക്കെ നമുക്കുള്ളത്. അപ്പം എല്ലാവർക്കും ഇരുന്ന് പോകാൻ തക്കവണ്ണമുള്ള ബസ്സൊക്കെ. ഇപ്പം പണ്ട് ബസ്സിന്റെ സീറ്റ് കുറവ്, അല്ലെങ്കിൽ തൂങ്ങി നിന്നൊക്കെ പോകുന്ന ഒരവസ്ഥ. അപ്പം ഒരു ബസ് എടുക്കാറായപ്പം ആ ബസ്സിൽ അനേകർ കയറി, ഇനി ആ പ്ലാറ്റ്ഫോമിലൊക്കെ ആൾക്കാർ തൂങ്ങി നിൽക്കുകയാണ്. അപ്പം വണ്ടി ഏകദേശം ബെല്ലടിക്കാറാവുന്ന സമയത്ത് പുറത്തൊരു വലിയ കരച്ചിൽ കേൾക്കുന്നുണ്ട്, ഒരു മനുഷ്യന്റെ കരച്ചിൽ. അപ്പം 1-2 പേര് ചെന്ന് അന്വേഷിച്ചു. അപ്പം പുള്ളി പറഞ്ഞത് എൻ്റെ അമ്മ മരിച്ചു പോയി എന്ന് പറഞ്ഞ് പുള്ളി കരയുവാണ്. അപ്പം അത് കണ്ടു നിന്ന് എല്ലാവർക്കും വിഷമമായി. തനിക്ക് ആ ബസ്സിൽ കയറാൻ പറ്റാതെ നിന്ന് കരയുമായിരുന്നു. അപ്പോൾ 1-2 പേരൊക്കെ ഇറങ്ങിക്കൊടുത്തു, ആള് സീറ്റ് കൊടുത്തു. അങ്ങനെ താൻ വളരെ ആ സീറ്റിൽ വിഷമത്തോടു കൂടി ഇരിക്കുന്ന കണ്ടു. ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞ് തൻ്റെ വീടിനോടൊക്കെ അടുത്താറായപ്പോൾ തിരക്ക് പറഞ്ഞു. അപ്പോൾ ഒരാൾ ചെന്ന് അന്വേഷിച്ചു, അമ്മ എപ്പോഴാണ് മരിച്ചു പോയതെന്ന് അന്വേഷിച്ചു. അപ്പം പുള്ളി പറഞ്ഞത് ഏകദേശം 1.5 വർഷമായി തൻ്റെ അമ്മ മരിച്ചു പോയിട്ട് എന്നാണ് ഉത്തരം പറഞ്ഞത്. ഇതിൽ കള്ളമൊന്നും താൻ പറഞ്ഞതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നില്ല. താൻ പറഞ്ഞത് വളരെ സത്യമാണ്, തൻ്റെ അമ്മ മരിച്ചുപോയി. അത് 1.5 വർഷമായി എന്നുള്ളതാണ് അതിലൊരു ഘടകമെന്ന് പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ കള്ളമൊന്നും പറഞ്ഞില്ല, അതുകൊണ്ട് തന്നെ അവനെ കുറ്റക്കാരനാക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷെ അവിടെ ആ നിഷ്കളങ്കത്വം ഇല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ആ ബസ്സിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണം എന്നുള്ളത് മാത്രമായിരുന്നു തൻ്റെ ഉദ്ദേശം. അതിന് ആരെ പറ്റിച്ചിട്ടാണെങ്കിലും താൻ ആ ബസ്സിൽ കയറി സീറ്റ് വരെ കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിഷ്കളങ്കമായി ദൈവസന്നിധിയിൽ നടക്കണം. അതിൽ അനേക കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. നമ്മൾ നിഷ്കളങ്കം എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനും ഒരു അല്ലെങ്കിൽ പിശാചിന് പോലും ഒരു കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ആശ്രയം ദൈവത്തിലായിരുന്നുകൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇനി അല്ലെങ്കിൽ ഈ കർത്താവിന്റെ കൂടെ നടന്ന, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞത് കേട്ട മറ്റൊരു വ്യക്തിയാണ് അബ്രഹാം എന്ന് പറയുന്നത്. അബ്രഹാമിനെയും നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. അബ്രഹാം യാഗം കഴിക്കാനായിട്ട് ദൈവം പറഞ്ഞു. ഈ യാഗം കഴിക്കാൻ
ദൈവം പറയുന്ന സമയത്ത് അവിടെ കാണുന്ന ഒരു വാക്കാണ്, ഈ യാഗം കഴിക്കാൻ പോകാൻ താൻ അതിരാവിലെ എഴുന്നേറ്റു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് അബ്രഹാമിന്റെ ഒരു ബിഹേവിയർ അല്ല, ഒരു റുട്ടീനാണോ എന്നറിയത്തില്ല. പക്ഷെ അന്നത്തെ ദിവസം അബ്രഹാം അതികാലത്തെ എഴുന്നേറ്റതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപക്ഷെങ്കിൽ ആ ഭാഗത്ത്, ആ സ്ഥലത്ത് നമ്മളായിരുന്നെങ്കിൽ അത് മാക്സിമം നീട്ടാനായിട്ട് ശ്രമിച്ചേനെ. എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ ഒരു ഇവന്റ് നടക്കുന്നത് വളരെ വളരെ ലേറ്റാക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു. പക്ഷെ ഇവിടെ അബ്രഹാം ചെയ്ത കാര്യം അതിരാവിലെ എഴുന്നേറ്റു. ദൈവം പറഞ്ഞതാണ്, അതുകൊണ്ട് ഇനി അതിന് മാറ്റമൊന്നും വരാനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല. അല്ലെങ്കിൽ താൻ അത് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വമാണെന്നുള്ള ആ ഒരു ഉത്തമ ബോധം ഈ അബ്രഹാമിന് ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് താന് അതിരാവിലെ എഴുന്നേറ്റ് യാഗം കഴിക്കാനായിട്ട് പുറപ്പെടുന്നത്. താമസിപ്പിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മളും ഇതുപോലെ ആയിരിക്കണം. ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കാൻ, അല്ലെങ്കിൽ അതിനൊരു തടസ്സം വെക്കേണ്ട കാര്യമില്ല. കാരണം ദൈവമാണ് പറഞ്ഞത്. അത് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും, അല്ലെങ്കിൽ അങ്ങനെ തന്നെ നടത്താനാണ് ദൈവത്തിന് ഇഷ്ടം. അതിന് ആ വാക്കുകളോട് ഒരു അനുസരണം, അല്ലെങ്കിൽ ഉത്തമമായ അനുസരണം. 10 മണിയൊക്കെ ആയിട്ട് പോയി യാഗം കഴിച്ചിട്ട് മടങ്ങി വരാം എന്നുള്ള ചിന്തയൊന്നും അബ്രഹാം അവിടെ എടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. നേരത്തെ ശിഷ്യന്മാരുടെ കാര്യവും നമ്മൾ കണ്ടതാണ്, പീറ്ററിന്റെ കാര്യവും നമ്മൾ കണ്ടതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ ദൈവം മുമ്പാകെ, അല്ലെങ്കിൽ അനുസരണത്തോടുകൂടി, അല്ലെങ്കിൽ ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുവാനായിട്ട്, അതിനൊരു താമസം വരുത്താനായിട്ട് ഈ അബ്രഹാം പോലും അബ്രഹാമും തയ്യാറായില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ ദൈവ മുമ്പാകെ നിഷ്കളങ്കരായിട്ട് നടന്നു എന്നുള്ളതിന് ഒരു സംശയവുമില്ല. നമ്മളും നമ്മുടെ ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ദൈവം മുമ്പാകെ എങ്ങനെയാണ് നടക്കുന്നത്? നമ്മൾ ദൈവത്തിന്റെ വഴിയിൽ തന്നെയാണോ നടക്കുന്നത്? അതോ നമ്മൾ 1-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരമാണോ, അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ വഴിയിലാണോ നമ്മൾ നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കേണ്ടി ഇരിക്കുന്നു. ഇനി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വാക്കുകൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകൾ അത് നമുക്ക് ഭാരമായിട്ട് തീരും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. നോഹ ദൈവത്തിന്റെ പ്ലാൻ മനസ്സിലാക്കി. പലരും അവനോട് ചോദിച്ചിട്ടുണ്ടാവും, ഒരു പക്ഷേങ്കിൽ അവൻ പ്രസംഗിച്ചപ്പോൾ അവനോട് ചോദിച്ചിട്ടുണ്ടാവും, നിനക്ക് മാത്രമേ ഈ കൽപ്പനകളൊക്കെ ലഭിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഉപദേശമൊക്കെ ലഭിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പലരും കളിയാക്കിയിട്ടുണ്ടാവും. പക്ഷെ നോഹ ദൈവം മുമ്പാകെ നിഷ്കളങ്കനായിട്ട് നടന്നു. അവരോട് പോലും ഒരു പക്ഷേങ്കിൽ പ്രതികരിച്ചിട്ടുണ്ടാവത്തില്ല ഈ നോഹ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് ഇങ്ങനെ പറയുവാനായിട്ട് സാധിക്കത്തില്ല. നോഹ നിഷ്കളങ്കനായി നടന്നു എന്ന് ദൈവത്തിന് പറയാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. നമുക്കിനിയും പൗലോസിനെ തന്നെ നോക്കാം. പൗലോസ് ദമസ്കോസിലേക്കുള്ള ആ ഒരു യാത്രയിൽ തനിക്ക് തൻ്റെ കൂടെ അനേകര് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് അറിയാമല്ലോ. അപ്പൊ അതില് ചിലരൊക്കെ വെളിച്ചം തനിക്ക് ചുറ്റും മിന്നിയത് അതും ചിലരൊക്കെ കണ്ടു. പക്ഷേ ആ കൂടെ വന്നവരാരും ആ ശബ്ദം എന്താണെന്ന് കേട്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. വെളിച്ചം കണ്ടതായിട്ട് പറയുന്നു, പക്ഷെ എന്താണ് അവിടെ സംസാരം നടന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നില്ല. വേറെ ആരും ആ സംസാരം കേട്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ ആ പൗലോസിന് ദൈവത്തിന്റെ ആ ശബ്ദം കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നീട് താൻ ദൈവത്തോട് ചേർന്ന് നടന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വഴിയിൽ നടക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. മാത്രമല്ല, ദൈവത്തോടു കൂടെ നടന്നാൽ നമുക്ക് നിഷ്കളങ്കന്മാരായിട്ട് നടക്കേണ്ടി ഇരിക്കുന്നു, അല്ലെങ്കിൽ ദൈവം മുമ്പാകെ നിഷ്കളങ്കനായിട്ടാണ് ജീവിക്കുന്നതെന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ 2 കാര്യങ്ങളാണ് ഇതിനോടകം കണ്ടത്. ഒന്ന്, നോഹയ്ക്ക് യഹോവയുടെ കൃപ ഉണ്ടായിരുന്നു. അതുകൊണ്ട് താന് കാര്യങ്ങളൊക്കെ അനുസരണത്തോടെ, അല്ലെങ്കിൽ തെറ്റില്ലാതെ, ദൈവം മുമ്പാകെ തെറ്റില്ലാതെ താൻ ചെയ്തു. അങ്ങനെ പറയാൻ കാരണം, മറ്റുള്ള മനുഷ്യരുടെ മുമ്പിൽ ഇവൻ വളരെ പൊട്ടത്തരം ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ട് അനേക നാളുകൾ ജീവിച്ചിട്ടുണ്ടാകാം, പരിഹാസങ്ങളുടെ മുമ്പാകെ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചതുകൊണ്ട് താൻ ദൈവം മുമ്പാകെ
നടന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമത് നമ്മൾ കണ്ടത് അവൻ ദൈവത്തിൻ്റെ കൂടെ നടന്നതായിട്ട്, ദൈവത്തിൻ്റെ കൂടെ നിഷ്കളങ്കനായിട്ട് നടന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മൂന്നാമതായിട്ട് ഈ നോഹയെ പറ്റി പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. 6:13 വാക്യം, ദൈവം നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ. ഇപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ഒരു കൽപ്പന, അല്ലെങ്കിൽ അവിടെയാണത് പറഞ്ഞു തുടങ്ങുന്നത്. താൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവിടെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. 13 വാക്യത്തിൽ കൽപ്പിച്ചത് എന്തെന്നാൽ എന്ന് വെച്ചാൽ ഇവിടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു നോഹയെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പുറകിൽ പറഞ്ഞ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. ഒന്നില്ലെങ്കിൽ ഒന്നില്ല എന്നുള്ള അവസ്ഥയാണ്. ദൈവകൃപ ഇല്ലെങ്കിൽ കേൾക്കാനായിട്ട് പറ്റത്തില്ല, കേൾക്കുന്നില്ലെങ്കിൽ നടക്കാനായിട്ട്, ദൈവമുമ്പാകെ നടക്കാനായിട്ട് പറ്റത്തില്ല, ദൈവമുമ്പാകെ നടന്നില്ലെങ്കിൽ ശബ്ദം കേൾക്കാനായിട്ട് പറ്റത്തില്ല. എല്ലാം ഒന്നിക്ക് ഒന്ന് കണക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു നോഹയെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് നോഹ ഇത് ചെയ്തതിൻ്റെ പിന്നിലുള്ള മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് ദൈവമാണ് എന്നോട് പറഞ്ഞത് എന്നുള്ള ഉത്തമ ബോധ്യം ഈ നോഹയ്ക്ക് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു, ശരിയാണ്. അത് ദൈവം പറയാതെ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല. നാം നേരത്തെ പറഞ്ഞ പോലെ ബലഹീനരാണ്, ദൈവം ശക്തി തരും, അതെല്ലാം ശരിയാണ്. പക്ഷേ ദൈവം പറയാത്ത ഒരു കാര്യവും ചെയ്യാനായിട്ടും, അല്ലെങ്കിൽ അത് ഡിഫൈൻ ചെയ്തെടുക്കാനായിട്ടും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചിലരെ ആയിരിക്കും ഏൽപ്പിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അതിലേക്ക് കൈകടത്തി ചെയ്യുവാനായിട്ട് ഒന്നും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ദൈവം പറയുന്നത് ആദ്യം എന്താണെന്ന് കേൾക്കണം. കാരണം നോഹ കറക്റ്റായിട്ട് ചെയ്തു വരണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പെട്ടകത്തിൻ്റെ പണി കറക്റ്റായിട്ട് അവസാനിപ്പിക്കണമെങ്കിൽ ദൈവം പറഞ്ഞതെല്ലാം കേട്ടെങ്കിലേ പറ്റത്തുള്ളൂ. നമുക്ക് മോശയ്ക്കും അല്ലെങ്കിൽ ജനത്തിനുമൊക്കെ കൽപ്പന എഴുതി കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ എഴുതി കൊടുത്തതായിട്ടൊന്നും കാണാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേങ്കിൽ ഈ നോഹ എവിടെയെങ്കിലുമൊക്കെ അത് നോട്ട് ചെയ്ത് വച്ച് കാണുമായിരിക്കും. എന്നിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അളവും അതിൻ്റെ തടിയും എല്ലാം മറന്നുപോയാൽ ആകെ പ്രശ്നമാവും. പിന്നെ ഒന്നേന്നൊക്കെ പൊളിച്ചൊക്കെ ചെയ്യേണ്ടിയൊക്കെ വന്നേനെ. പക്ഷേ ഇവിടെ നോഹ കേട്ടു, അല്ലെങ്കിൽ ദൈവം പറഞ്ഞത് വളരെ കൃത്യമായിട്ട് കേട്ടു. കറക്റ്റ് അളവിലാണ് ദൈവം, അല്ലെങ്കിൽ നോഹ പെട്ടകം പണിതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെയും താല്പര്യം ഇത് തന്നെ ആയിരിക്കട്ടെ. ദൈവം പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീരണം. ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്, അപ്പോസ്തല പ്രവൃത്തി 26:19, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ എന്നുള്ള വാക്യം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് അനുസരണക്കേട് കാണിക്കാനായിട്ട് എനിക്ക് കഴിയുകയില്ല. കാരണം അവിടെയും പറയുന്നത് ഞാനൊരു ശബ്ദം കേട്ടു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം അത് എനിക്ക് സ്പെഷ്യലായിട്ട് ദൈവം കേൾപ്പിച്ചു തന്നു. അങ്ങനെയാണെങ്കിൽ അതിനോട് അനുസരണക്കേട് കാണിക്കാനായിട്ട് എനിക്ക് കഴിയത്തില്ല എന്നുള്ള കാര്യം പൗലോസ് അവിടെ വ്യക്തമായിട്ട് പറയുന്നു. ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നവരാണെങ്കിൽ അതിനോട് അനുസരണം കാണിക്കാൻ, അതിനോട് മറുത്തു നിൽക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇനി അബ്രഹാമിനെ വീണ്ടും എടുക്കാം. അബ്രഹാമിനോട് പറഞ്ഞു, ദൈവമാണ് പറഞ്ഞത് തൻ്റെ സ്വദേശവും പിതൃഭവനവും ചാർച്ചക്കാരെയൊക്കെ വിട്ടിട്ട് ദൈവം പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട്. അബ്രഹാമിനോട് ചോദിച്ചു നോക്കാം, അപ്പോൾ എന്ത് തോന്നി എന്നൊന്ന് ചോദിച്ചാൽ അബ്രഹാം പറയും, എന്താ തോന്നാനാ? ഒന്നും തോന്നാനില്ല. കാരണം ദൈവമാണ് പറഞ്ഞതെന്നുള്ള പൂർണ്ണ ബോധ്യം അബ്രഹാമിന് ഉണ്ടായിരുന്നു. കാരണം അബ്രഹാമും അവിടെ ഒന്നും പറഞ്ഞില്ല, സംശയിച്ചില്ല. താന് ദൈവം എവിടേക്കാണോ തന്നെ പറഞ്ഞു വിട്ടത് അവിടേക്ക് പോയതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. കാരണം ദൈവമാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദമാണ് ഈ അബ്രഹാം കേട്ടത് എന്നുള്ള പൂർണ്ണ ബോധ്യം ഈ അബ്രഹാമിന് ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യം അല്ല. അത് വ്യക്തമായിട്ട് കേൾക്കണം, അതിനോട് അനുസരണം കാണിക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ നോഹയെ ഒരു ഭോഷനായിട്ട്, അല്ലെങ്കിൽ ഒരു പൊട്ടനായിട്ട് അനേകര് കണ്ടതുപോലെ നമ്മുടെ മധ്യത്തിലും ഒരു പക്ഷേങ്കിൽ ദൈവവചനമൊക്കെ അറിയിക്കുന്ന അനേകര് നമ്മുടെ മധ്യത്തിലും ഉണ്ടാവും. അവരെയൊക്കെയും ഇന്നുള്ള ആൾക്കാർ ഈ പറഞ്ഞ പോലെ വേറെ ജോലിയൊന്നും ഇല്ലാതെ ഒരു പൊട്ടനെ പോലെ ഇവൻ എന്താ ഈ കാണിക്കുന്നതെന്നൊക്കെ ഈ ലോകം ചിന്തിച്ചേക്കാം. പക്ഷേ ദൈവം മുമ്പാകെ അത് സ്വീകാര്യമായിരിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് ഗിദെയോന്റെ കാര്യവും അറിയാവുന്നതാണ്. അവിടെയും നമ്മൾ കാണുന്നുണ്ട്, ദൈവം തന്നോട് കൽപ്പിച്ചത്
പോലെ ഗിദെയോൻ ചെയ്തതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ബാലിന്റെ ബലിപീഠങ്ങളെ താൻ അവിടെ ഇടിച്ച് അശേര പ്രതിഷ്ഠകളൊക്കെ വെട്ടിക്കളഞ്ഞതായിട്ട്, അല്ലെങ്കിൽ ദൈവം പറഞ്ഞതനുസരിച്ച് താൻ അവിടെ ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പത്രോസ് വെള്ളത്തിൽ നടന്നപ്പോൾ കർത്താവിന്റെ ശബ്ദം കേട്ടു. അത് മാത്രമാണ് തനിക്ക് അവിടെയുള്ള ഒരു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തനിക്ക് അത് മാത്രമാണ്. കർത്താവിന്റെ ശബ്ദം കേട്ടിട്ടാണ് ഞാൻ ഇറങ്ങി വരിക. കർത്താവ് അവിടെ പറയുന്നത് വരിക എന്നാണ്. വരിക എന്ന ദൈവശബ്ദം. വരിക എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ പത്രോസ് ഒന്നും സംശയിക്കാതെ വലിയ കടലിലേക്ക് എടുത്ത് ചാടി. സംശയിച്ചു, അതൊക്കെ പിന്നീടുള്ള കാര്യം. താന് ആ വിളി കേട്ടപ്പോൾ, അല്ലെങ്കിൽ ആ വിളിയുടെ മുമ്പാകെ എടുത്ത് ചാടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന്റെ ശബ്ദം അത് ചെറിയ കാര്യമല്ല. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട്, അല്ലെങ്കിൽ അതിൽ സംശയിക്കാതെ ദൈവം പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ദൈവം തരത്തോളൂ. അപ്പം അതിനോട് എന്താ പറയുന്നത്, അതിനോട് പ്രതികരിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ഈ ദൈവകൽപ്പനകൾ, ഒരു കാര്യമുണ്ട്, ഈ ദൈവകൽപ്പനകൾ ഓർമ്മയുണ്ടെങ്കിലേ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ദൈവം കേട്ടിട്ട് അത് മറന്നു കളയാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കേട്ടിട്ട് അത് പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരണം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ വാക്കുകൾ ഈ നോഹ കേട്ടു. അതുകൊണ്ട് ഇത്രയും വലിയൊരു ടാസ്ക് തനിക്കൊരു ഭാരമേ അല്ലായിരുന്നു. ഭാരമായിട്ട് കണക്കാക്കിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. നമ്മളും ദൈവശബ്ദം കേൾക്കുവാണെങ്കിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ അത് നമ്മുടെ മുമ്പിൽ വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, അതൊരു തീർച്ചയായിട്ടും ഒരു ഭാരമായിട്ട് തീരത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാം. എബ്രായർ 11:7 വാക്യം നമുക്കറിയാവുന്നതാണ്. നോഹ ഭാരമായിട്ട് കണക്കാക്കാതെ ഇരുന്നതിൻ്റെ 4 കാര്യം എന്ന് പറയുന്നത് തൻ്റെ വിശ്വാസം തന്നെയായിരുന്നു. ഞാൻ പറഞ്ഞ 4 കാര്യങ്ങളും കണക്റ്റഡാണ്. വിശ്വാസത്താൽ നോഹ ഇതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായി ഭയഭക്തി പൂണ്ട് താൻ ദൈവം പറഞ്ഞ കാര്യം ചെയ്തതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. താൻ ഭയഭക്തി പൂണ്ട്, അല്ലെങ്കിൽ വിശ്വാസത്താൽ നോഹ ഇതുവരെ കാണാത്തത് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ പെട്ടകം എന്നൊക്കെ പറയുമ്പോൾ ഒരു റെഫറൻസ് പോലും ഇല്ല, എന്ത് നോക്കി എന്ത് ചെയ്യും എന്നുള്ള ഒരു ഐഡിയയും തന്നെ മുമ്പാകെ ഇല്ല. പക്ഷെ ഈ നോഹ വിശ്വസിച്ചു, അല്ലെങ്കിൽ ദൈവത്തിന്റെ വാക്ക്, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം പറയുന്ന കാര്യം വിശ്വസിച്ചു, തന്നെ കൊണ്ട് അത് ദൈവത്താൽ ചെയ്യാൻ പറ്റുമെന്നും നോഹ വിശ്വസിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പെട്ടകം മാത്രമല്ല, മഴയും അറിയത്തില്ല, ഈ മഴ എന്താണെന്നും ഒന്നും അറിയത്തില്ല. പക്ഷെ നമ്മൾ എബ്രായർ 11:6 തന്നെ വായിക്കുന്നുണ്ട്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാനായിട്ട് കഴിയത്തില്ല എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ നോഹയിൽ കാണുന്ന 4 കാര്യം എന്ന് പറയുന്നത് നോഹയുടെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. ദൈവത്താൽ ഏത് കാര്യവും ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള വിശ്വാസം. ആ വിശ്വാസം, നോഹയുടെ വിശ്വാസം അത് വലിയ വിശ്വാസമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കും ഈ ദൈവത്തിൽ ആശ്രയിപ്പാനായിട്ട് ഇടയാകണം, അല്ലെങ്കിൽ ഈ ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയാകണം. നമ്മളെ കൊണ്ടും ദൈവത്തിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അത് നമ്മൾ സന്തോഷത്തോടെ ചെയ്താൽ അത് നല്ല കാര്യമായിരിക്കും, അല്ലെങ്കിൽ ദൈവം മുമ്പാകെ അത് നല്ലതായിരിക്കും, ദൈവത്തിനും അത് എളുപ്പമായിരിക്കും എന്നുള്ളതിനൊരു സംശയമില്ല. അപ്പം ദൈവത്തിൽ വിശ്വസിക്കണം, അല്ലെങ്കിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുവാനായിട്ട്, അല്ലെങ്കിൽ അവിശ്വാസിയായി പോകാതെ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ദുഷ്ടന്മാരുടെ ആലോചനയിലാണോ നമ്മൾ നടക്കുന്നത്. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നമുക്ക് ബാധകമാകുന്നില്ലെങ്കിൽ നമ്മൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ മാറ്റി നിർത്തുന്നവരായിരിക്കും. ദൈവത്തിന് അനേക കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ അനേക കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കാനുണ്ട്. ഇനിയല്ല, നമ്മളായിട്ടും ഒരു പക്ഷേങ്കിൽ ചെയ്യാനുണ്ട്. ചെറിയ 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 കാര്യങ്ങളായിരിക്കും ദൈവം നമ്മളോട് പറയുന്നത്. പെട്ടകം ഉണ്ടാക്കുന്ന പോലത്തെ വലിയ ടാസ്ക് ഒന്നും നമ്മൾ ചെയ്യേണ്ടി വരത്തില്ല. ദൈവത്തിന് അതിൻ്റെ ആവശ്യവും ഉണ്ടാകത്തില്ല. നമ്മളെ കൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മളാലാവുന്ന, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ചെറിയ കാര്യങ്ങൾ മാത്രമേ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. എന്തൊക്കെയായിരിക്കും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? അതൊരു എണ്ണമിട്ട് പറയുവാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് നമ്മുടെ മുമ്പാകെ അനേകം കൽപ്പനകളും അനേകം ഉപദേശങ്ങളും അനേക കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവവചനം പഠിക്കുവാൻ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ദൈവവചനം കേൾക്കുവാൻ നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കണം. ദൈവവചനം കേൾക്കുന്നത് ഒരു ഭാരമായി തീരുമ്പോഴാണ്
ബൈബിൾ ക്ലാസ്സുകളൊക്കെ ഒഴിഞ്ഞ ക്ലാസ്സുകളായിട്ടൊക്കെ തീരുന്നത്. അത് ദൈവവചനം കേൾക്കുന്നത് നമുക്ക് ഭാരമായിട്ട് തീരാറുണ്ടോ? അല്ലെങ്കിൽ സഭായോഗങ്ങളിൽ വരുന്നത് നമുക്കൊരു ഭാരമായിട്ട് തീരാറുണ്ടോ? ഇനി അല്ല, കുറച്ചു നേരം പ്രാർത്ഥിച്ചാൽ അത്, ഞാൻ എന്നെയും ചേർത്താണ് പറയുന്നത്, കുറച്ചു നേരം പ്രാർത്ഥിച്ചാൽ അത് അനേകം മണിക്കൂറുകൾ കടന്നു പോയതായിട്ടൊക്കെ ഒരു തോന്നൽ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? അതൊരു ഭാരമായിട്ട് തീരുന്നത് കൊണ്ട് തന്നെയായിരിക്കും. പക്ഷെ ഈ കാര്യങ്ങളൊന്നും ഒരു ഭാരമായിട്ട് തീരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മളെ കൊണ്ടാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട്, ദൈവത്തിന് വേണ്ടി ചെലവാകുവാനായിട്ട് ആണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ നോഹ നമുക്കറിയാവുന്ന കഥ തന്നെയാണ്. പക്ഷെ ഈ നോഹ തരുന്ന 4 പാഠം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപ നമ്മൾ പ്രാപിപ്പാനായിട്ട് ഇടയായിത്തീരണം. ദൈവത്തിൻ്റെ കൂടെ നിഷ്കളങ്കമായിട്ട് നടക്കുവാനായിട്ട് നമ്മൾ ഇടയായിട്ട് തീരണം. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നമ്മൾ നമ്മുടെ ചെവികളെ തുറന്ന് കൊടുക്കണം. ഏറ്റവും അവസാനമായിട്ട് അതേ വിശ്വാസം നമുക്ക് ഉണ്ടായിട്ട് ദൈവത്തോട് ചേർന്ന്, അല്ലെങ്കിൽ ദൈവം എന്ത് പറയുന്നോ അത് കണ്ണും പൂട്ടി, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം, കണ്ണും പൂട്ടി ചെയ്യുവാനായിട്ട് നമുക്ക് ഇടയായി തീരണം. ദൈവത്തെ നമ്മൾ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നതുകൊണ്ട് നമുക്കൊരു ഗുണവും ലഭിക്കാനായിട്ട് ഇല്ല. നേരത്തെ പറഞ്ഞതുപോലെ അത് നമുക്കൊരു ഗുണവുമില്ല. മാത്രവുമല്ല, അത് ദൈവം മുമ്പാകെ ഇഷ്ടമുള്ള കാര്യമായിട്ട്, അല്ലെങ്കിൽ ദൈവം മുമ്പാകെ അത് ദൈവത്തിന് അംഗീകരിക്കാൻ തക്ക രീതിയിലുള്ള കാര്യമായിട്ട് ഇരിക്കുന്നില്ല. നമ്മുടെ സമയവും നമുക്കുള്ളതും നമ്മുടെ ബലഹീനതയും ഒക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്കുകയാണെങ്കിൽ അത് പ്രയോജനമുള്ള കാര്യമാക്കി, അല്ലെങ്കിൽ മാനപാത്രങ്ങളൊക്കെ ആക്കി നമ്മളെ തീർക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. നമ്മളെ തന്നെ അവന് മുമ്പാകെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.